ലയൺസ് ജംഗിൾ പാർക്കിൽ 5 വയസ്സുകാരൻ മുങ്ങി മരിച്ചതിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്ന് CPIM പ്രതിഷേധ മാർച്ച് നടത്തും. അനധികൃതമായി പ്രവർത്തിക്കുന്ന പാർക്ക് ഉടമകളെ പഞ്ചായത്ത് ഭരണസമിതി സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം. 2020 ഉടമകൾക്കുള്ള ബന്ധം കാരണമാണ് ഈ വഴിവിട്ട സഹായമെന്ന ആരോപണമുണ്ട്. പാർക്ക് ഉടമകളെ പോലീസ് ഇതുവരെ പ്രതി ചേർത്തിട്ട് പോലുമില്ല. നിതിൻ സേവ്യറാണ് നമുക്കൊപ്പം ഉള്ളത്. നിതിൻ, 5 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ മരണമാണ് ഈ ഭരണസമിതിയും അതോടൊപ്പം ഉദ്യോഗസ്ഥരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വർഷങ്ങളായി ഇപ്പോൾ ഇത് ഒരു ലൈസൻസ് പോലും ഇല്ലാതെയാണ് നടത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ആരാണ് വീഴ്ച വരുത്തിയത്? ആരാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത്? എന്താണ് ഇവരെ പ്രതി ചേർക്കാൻ പോലും പോലീസ് മടിക്കുന്നത്? നിതിൻ. ഷിഹാസ് കീർത്തന, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ 5 വയസ്സുകാരനായ മുഹമ്മദ് ആദം കിഴക്കമ്പലത്തുള്ള ലയൺസ് ജംഗിൾ എന്ന പാർക്കിൽ മുങ്ങി മരിക്കുന്നത്. അതിനുശേഷം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിൽ പോലീസ് ഇതുവരെ ഈ പാർക്ക് ഉടമകളുടെ പേര് പോലും FIRൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസ് ആരെയും പ്രതി ചേർക്കാതെ അന്വേഷണം എങ്ങുമെത്താത്ത തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇതിന്റെ രേഖകളും മറ്റും പരിശോധിച്ചപ്പോൾ ഇത് നിയമവിരുദ്ധമായാണ്, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഈ പാർക്ക് പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് സ്റ്റോപ്പ് മെമ്മോയും നൽകുകയും ചെയ്തു. ഇതിൽ പ്രധാനം ഈ പാർക്ക് ഉടമകൾക്ക് ഈ 2020 ഭരണസമിതിയുമായുള്ള വഴിവിട്ട ബന്ധമുണ്ട് എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ ഈ 2020 മെമ്പറുടെ വീട് ഈ പാർക്കിന് സമീപം തന്നെയാണ് ഉള്ളത്, തൊട്ട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത്തരത്തിൽ അനധികൃതമായൊരു പാർക്ക് അവിടെ പ്രവർത്തിക്കുന്ന കാര്യം മെമ്പർ അറിഞ്ഞില്ല എന്നത് വളരെ ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി CPM അവിടെ കടക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വഴിവിട്ട സഹായങ്ങൾ പാർക്ക് ഉടമകൾക്ക് നൽകുന്നു. അതുകൊണ്ടാണ് ഈ ഒത്താശയോടുകൂടി തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പാർക്ക് പ്രവർത്തിച്ചതെന്നാണ് CPM പറയുന്നത്. ഇവരുടെ അറസ്റ്റിൽ നിന്നും മറ്റും 2020 ഭരണസമിതിയാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നും CPIM ആരോപിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെക്രട്ടറിയുടെ തലയിൽ എല്ലാ പഴിയും കെട്ടിവെച്ച് അയാളെ കുടുക്കാൻ വേണ്ടി ഭരണപക്ഷം ശ്രമിക്കുന്നുവെന്നൊരു ആരോപണം കൂടി CPIM ഉയർത്തുന്നുണ്ട്. ശരി, നിതിൻ സേവ്യറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.